ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം യോബിൻ്റെ പുസ്തകം 42 അധ്യായം 2 വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. യോബിൻ്റെ പുസ്തകം കഷ്ടതയിലൂടെ, വേദനയിലൂടെ, ദുഃഖത്തിലൂടെ പോകുന്ന ഒരു ഭക്തന് വായിച്ച് ആശ്വസിക്കുവാനും തന്നെയല്ല അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവുമൊക്കെ പകരുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ്. പ്രത്യേകിച്ചും യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായ യാക്കോബ് പ്രാർത്ഥനയ്ക്ക് സഹിഷ്ണുത ആവശ്യമാണ് എന്നുള്ളതിന് യോബിനെ ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹിഷ്ണുതയ്ക്ക് പര്യായമായിട്ട് യോബിനെ പറയുന്നുണ്ട്. അപ്പോൾ സഹിക്കുന്നവൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്നവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിന് ഉദാഹരിക്കുവാൻ യാക്കോബ് യോബിൻ്റെ പുസ്തകത്തെ, യോബിൻ്റെ ജീവിതത്തെ നമുക്ക് ഉദാഹരിച്ചു പറയുന്നത് കാണുവാനിടയായിത്തീരുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ സ്തോത്രം, യോബ് 2 അറിവിനെയാണ് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ അറിവ് ദൈവത്തിന് സകലവും കഴിയുമെന്നുള്ള അറിവ്. ദൈവത്തിന് സകലവും കഴിയും. 2, ദൈവത്തിൻ്റെ ഉദ്ദേശം മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ളത്. ഈ 2 അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ ധ്യാന ചിന്ത ഇടയാകട്ടെ എന്ന് ഞാൻ ആരംഭത്തിൽ ആഗ്രഹിച്ച് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പിശാചിന് യോബിനെ കുറിച്ചുള്ള ചിന്ത, അവനെ തകർത്ത് കളയണം, അവനെ നശിപ്പിക്കണം. ഇത് നോക്കണം, 2 അധ്യായം മുതൽ 38 അധ്യായം വരെ, 37 അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ പഠിച്ചാൽ അവനെ തകർക്കുവാൻ പിശാച് ഉപയോഗിച്ച എത്ര ആയുധങ്ങൾ നമുക്കാണ്. അവൻ്റെ ഭൗതികത തകർന്നു, ഒരു കുടുംബജീവിതം നശിപ്പിച്ചു, തലമുറയെ നശിപ്പിച്ചു, അവൻ്റെ വ്യക്തി അല്ലെങ്കിൽ ശരീര ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു. മാത്രമല്ല അവൻ്റെ മനസ്സിനെ തകർക്കുവാൻ അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളിലൂടെ, വാക്കുകളിലൂടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഇതെല്ലാം നാം കാണുമ്പോൾ, ഒന്ന്, പിശാചിൻ്റെ ഉദ്ദേശം തന്നിൽ സാധിച്ചില്ല, അതല്ല നിവൃത്തിയായത്. 2, പ്രൈസ് ദി ലോർഡ്, തൻ്റെ സുഹൃത്തുക്കൾ തന്നെക്കുറിച്ച് പറഞ്ഞ തെറ്റായ വാക്കുകളുണ്ട്, അതൊന്നും അവൻ്റെ ജീവിതത്തിൽ സാധിച്ചില്ല. പകരം ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് സാധിച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഉദ്ദേശമേ സാധിക്കുള്ളൂ എന്നൊരു വിശ്വാസം നമ്മൾ വരണം. 2, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ശ്രേഷ്ഠതയാണെന്നും നമ്മൾ പകൽക്കാലം അറിയണം. യോബിൻ്റെ ജീവിതം നോക്കണം. അവൻ്റെ ഒന്നാമത്തെ ഘട്ടം അനുഗ്രഹത്തിൻ്റെ ഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. സമ്പന്നനായിരുന്ന, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു യോബിന് ജീവിതമുണ്ട്. ഹല്ലേലൂയ. അതിനേക്കാൾ ശ്രേഷ്ഠതയിലേക്കാണ് 42 അധ്യായത്തിൽ നമ്മൾ യോബിനെ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ശ്രേഷ്ഠതയും നമ്മുടെ ഉയർച്ചയും, ഹല്ലേലൂയ സ്തോത്രം, ഇന്നലത്തേക്കാൾ ഇന്ന് മെച്ചമായ നിലവാരത്തിൽ കൊണ്ടുപോകണമെന്ന് അതേ നടക്കൂ എന്നുള്ളത് നാം അറിയണം. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഇതൊന്നും നടക്കുകയില്ല, ദൈവം എന്നിൽ പറഞ്ഞിരിക്കുന്ന പ്ലാനുകൾ നടക്കുകയില്ലെന്ന് ചിന്തിക്കുന്ന അനേക അനുഭവങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവമക്കളെ സ്തോത്രം, ഇസ്രായേൽ ഹല്ലേലൂയ മിസ്രയീം വിട്ടുപോകുമ്പോൾ ഹല്ലേലൂയ പുറകിന് ഫറവോനും അവൻ്റെ കൂട്ടരും വരുന്നുണ്ട്. അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പിന്തുടരും, പിടിക്കും, ഹല്ലേലൂയ, എൻ്റെ വാൾ കൊണ്ട് ഞാൻ അവരെ കൊല്ലും എന്നൊക്കെ ശത്രു പറയുന്നുണ്ട്. പക്ഷേ ശത്രു ഹല്ലേലൂയ പറയാനേ പറ്റുള്ളൂ, അവൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അവൻ ചെങ്കടലിൽ തകർന്നു എന്നുള്ളത് ഹല്ലേലൂയ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശത്രുവിൻ്റെ ലക്ഷ്യം പിന്തുടരണം, കൊല്ലണം, ഹല്ലേലൂയ, നശിപ്പിക്കണമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേലിനെ ഹല്ലേലൂയ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടിയിക്കുക എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ചെങ്കടൽ കടത്തി അക്കരെ കൊണ്ടുപോകുക എന്നുള്ളത്.
മരുഭൂമിയിലൂടെ നടത്തി അവരെ ഹല്ലേലൂയ സ്തോത്രം കനാനിൽ എത്തിക്കുക എന്നുള്ളത്. സ്തോത്രം. ഇസ്രായേലിലെ ദൈവമക്കൾക്ക് എപ്പോഴും സ്തോത്രം ഹല്ലേലൂയ പ്രതികൂലങ്ങളുണ്ട്. ഫറവോൻ എന്ന കഠിനമായ ഒരു പ്രതികൂലകനുണ്ട്. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും? പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ എന്ന വലിയ ഘോരമായ ഒരു പ്രതികൂലം മുൻപിലുണ്ട്. എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും? പ്രൈസ് ദി ലോർഡ്. മരുഭൂമി എന്ന അതിഭീകരമായ അനുഭവമുണ്ട്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഒരു കാര്യം സത്യമാണ്, ദൈവം നമ്മിലൊരു പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഹല്ലേലൂയ ഫറവോനുണ്ടാകാം, ചെങ്കടലുണ്ടാകാം, മരുഭൂമി ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഹല്ലേലൂയ പറയുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമേ നടക്കൂ. ഹല്ലേലൂയ. അത് നടക്കുന്ന ഉദ്ദേശമാണ്, അത് നടക്കാത്തതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിക്കേ. മോശയെ ഹല്ലേലൂയ സ്തോത്രം അല്ലെ ദൈവിക ഒരു പദ്ധതിക്ക് വേണ്ടി കണ്ട ഒരു കുഞ്ഞായിരുന്നു. അവൻ്റെ ജനനത്തിൽ മുതൽ പ്രശ്നമാണ്. അവൻ ജനിക്കാതിരിക്കാൻ നിയമം ഉണ്ടായി. ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ നൈൽ നദിയിൽ എറിയണം. സ്തോത്രം. നോക്കണം, വളർത്താൻ പ്രശ്നമായി. നൈലിയ കുഞ്ഞ് കരയാൻ പ്രായമായപ്പോൾ, അല്ലെ കരച്ചില്, അല്ലെ അവനെ ഒളിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ നൈലിലേക്ക് എറിയേണ്ടി വന്നു. നോക്കണം, നൈലിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരപ്പെടുമ്പോൾ ഹല്ലേലൂയ ചുറ്റും നിന്നവർ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ഇവനെ നശിപ്പിക്കാൻ ഒരു പ്ലാൻ കിട്ടി. കാരണം അവൻ ഒരു മിസ്രൈമിനെ കൊന്നു എന്നുള്ളത്. സ്തോത്രം. അവിടുന്ന് അവൻ മിദ്യാനിലേക്ക് ഓടിപ്പോകുമ്പോൾ സ്തോത്രം നോക്കണം, അവിടെ 40 വർഷത്തെ. അപ്പൊ നോക്കണം, മോശയുടെ ജീവിതം ഒന്ന് പഠിച്ചാൽ ചിലപ്പോഴൊക്കെ തോന്നും, ദൈവിക പദ്ധതിയായ ഇസ്രായേലിനെ വിടുവിക്കുവാനുള്ള ഒരു നായകനായി അവൻ വരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാലഘട്ടം അവൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ഒരു കാര്യം സത്യമാ, ദൈവിക ഉദ്ദേശമായ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, ദൈവം അവനെ കണ്ടപ്പോൾ ആ ഉദ്ദേശം ഹല്ലേലൂയ അതിൻ്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെ അവൻ കടന്നുപോയെങ്കിലും അത് നടന്നു എന്നുള്ളത് ഇന്ന് പകൽക്കാലം ജനത്തിൻ്റെ ഉറപ്പിനായി ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരൂശലേം സഭയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ടായി. ഹല്ലേലൂയ. യെരൂശലേം സഭയ്ക്കകത്ത് ഹല്ലേലൂയ പിശാച് ഒരു വലിയ പ്രതിസന്ധി ഇറക്കി വിട്ടു. ഹല്ലേലൂയ. ഹെരോദാവ് ഹല്ലേലൂയ യാക്കോബിനെ പിടിച്ചു കൊന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പത്രോസിനെ കൊല്ലുവാൻ പിടിച്ചു. ആകെ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തെഫാനോസിനെ അവർ കൊന്നുകളഞ്ഞു. ഇതൊക്കെ ദൈവസഭയ്ക്ക് നമ്മൾ നോക്കിയാൽ പിൽക്കാലങ്ങളിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടു. സ്തെഫാനോസിനെ കൊന്നത് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ യെരൂശലേം സഭ ഹല്ലേലൂയ സ്തോത്രം ചിതറുവാനിടയായി തീർന്നു. പക്ഷെ ചിതറി എന്നുള്ളത് സഭയ്ക്ക് ദോഷമല്ലായിരുന്നു, സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സ്തോത്രം ശമരിയിൽ ദൈവജനം വളരെ വർദ്ധിക്കുന്നു, അവിടെ ഉണർവ് നടക്കുന്നുവെന്ന്. സ്തോത്രം. ദൈവമക്കളെ, ഇത് പറഞ്ഞതിൻ്റെ കാരണം ദൈവീയ പ്ലാനുകൾ മാത്രമേ നടക്കൂ, ദൈവീയ ഉദ്ദേശങ്ങളെ നടക്കൂ. അത് നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് സകലതും കഴിയും. ഇന്ന് പകൽക്കാലം ആ അറിവ് നമുക്ക് ധൈര്യം തരട്ടെ. ഇന്ന് നാം ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ, ഇതിൻ്റെ അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് പറയാനൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സകലതും കഴിയും. അവൻ്റെ ഉദ്ദേശങ്ങൾ ഹല്ലേലൂയ അത് മാത്രമേ നടക്കൂ. ഹല്ലേലൂയ. പിശാച് അതിന് ഇടയിൽ എന്തൊക്കെ പ്ലാനുകൾ കൊണ്ടുവന്നാലും അത് മുഴുവൻ പുളിയും. ഹല്ലേലൂയ സ്തോത്രം. യോബ് പറഞ്ഞതുപോലെ, യോബ് പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ 2 അറിവാണ്. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമാകില്ലെന്ന്. അറിവിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ, നമ്മളെ ദൈവം ഉറപ്പിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ജനത്തെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ ഇടറിയോ ഹല്ലേലൂയ ഭാരത്തിലോ നിൽക്കുന്നുണ്ടെങ്കിൽ, യോബിന്റെ ജീവിതം അവരുടെ ജീവിതത്തിൽ ഒരു ബലമായി കർത്താവേ, യോബ് പറഞ്ഞ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ കർത്താവേ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു എഴുന്നേൽപ്പിന്, ഒരു മുൻപോട്ടുള്ള ഗമനത്തിന് കാരണമാകണമേ. നിങ്ങളുടെ വചനത്തിൽ കർത്താവെ ഞങ്ങൾ വായിച്ച് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ധ്യാനിച്ചതുപോലെ നിന്റെ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കൂ. പിശാചിന്റെ ഉദ്ദേശങ്ങൾ നടക്കുകയില്ലല്ലോ.
അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ പ്ലാനുകൾ, പിശാചിൻ്റെ പ്ലാനുകൾ തോറ്റ് അങ്ങയുടെ ഉദ്ദേശങ്ങൾ സാധിച്ച് ജനത്തെ അനുഗ്രഹിച്ച് ജനത്തെ എഴുന്നേൽപ്പിക്കണം. ഈ വചനങ്ങൾ കർത്താവെ അവർക്ക് അനുഗ്രഹമാക്കി തീർക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തെ തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.